ഒരു സുദീർഘമായ ഒരു സംസാരത്തിന് ഉള്ള സമയമല്ല എന്നതുകൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ മാത്രം ഉണർത്തി, സാധാരണ 2-3 കൊല്ലമായല്ലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പേരിൽ 2-3 കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് പിരിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഖറിയ, ഈ കുഗ്രാമം റബ്ബ് സുബ്ഹാനഹു വ തആല ദീനി നിലക്കും ദുനിയവിയായ നിലക്കും ഉഖ്റവിയായ നിലക്കും എല്ലാ നിലക്കും അല്ലാഹു തആല ഉയർച്ചയിൽനിന്നും ഉയർച്ചയിലേക്ക് എത്തിച്ചു തരട്ടെ. എന്നതുപോലെ തന്നെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരു ഒത്തൊരുമയും ആ പൊരുത്തവും അല്ലാഹു തആല നമ്മുടെ ഈ ഖറിയക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ഖറിയയിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. എന്നതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിം മഹല്ലത്തുകളിലും പല സ്ഥലത്തും പല നിലക്കുള്ള വിഷമങ്ങളാണ്. ആ വിഷമങ്ങളെല്ലാം അല്ലാഹു തആല തീർത്തു കൊടുത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ജീവിച്ച് അതിൽ തന്നെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ഔലാദിനും നമ്മുടെ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇപ്പം സമയത്തിനൊത്തും സന്ദർഭത്തിനൊത്തും റമദാൻ മാസത്തെ കുറിച്ചാണ് പറയേണ്ടത്. അത് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാല് ഞാനെടി വേണ്ട 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 എന്നെ അറിയുന്ന ആളെന്നെ വീട്ടില്ലല്ലോ, എന്നെ കാണാൻ ഫോട്ടോ എടുക്കട്ടെ. എന്നെ ഇരിക്കണം. സ്പീക്കർ വെച്ച നിലക്ക് നേരെ തന്നെ ആയിക്കോട്ടെ. എല്ലാരും കൂടി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനത്തിൽ തത്തുല്യമായ നിലക്ക് ഒരു വസ്തുവിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളവും ബാക്കിയുള്ള 11 മാസത്തിനേക്കാളും ഉപരി അല്ലാഹു തആല ഇതിന്റെ ബഹുമാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പണ്ടേ കണക്കാക്കിയതാണ് 12 മാസം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ 12 മാസത്തിലുള്ള എല്ലാ മാസങ്ങളും ഒരേപോലെയല്ല. മാസങ്ങൾ ബഹുമാനത്തിൽ ഇടവ്യത്യാസം മാസത്തിനിക്കുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വേണ്ടി നമ്മുടെ പരിശുദ്ധമായ റമളാൻ മാസം, മാസത്തിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ബഹുമാനമുള്ള മാസമാണ് റമളാൻ മാസം. അത് കഴിച്ചാലുള്ള ബഹുമാനം റബീഉൽ അവ്വലിനിക്കാണ്. അത് കഴിച്ചാലുള്ള ബഹുമാനം റജബ് മാസത്തിനിക്കാണ്. അത് കഴിച്ചാലുള്ള ബഹുമാനം ശഅബാൻ മാസത്തിനിക്കാണ്. അത് കഴിച്ചാലുള്ള ബഹുമാനം ദുൽഹിജ്ജ മാസത്തിനിക്കാണ്. അത് കഴിച്ചിരുന്നാൽ മുഹറം മാസത്തിനിക്കാണ് ബഹുമാനം. അതേ അവസരം സഫർ മാസത്തിനിക്ക് മറ്റ് ചില നിലക്കുള്ള ബഹുമാനങ്ങൾ സഫർ മാസത്തിനിക്കുണ്ട്. വഴിക്ക് വഴിയായി ഇത്തിഫാഖുൽ ഉലമാഇന്റെ ഇത്തിഫാഖ് പ്രകാരമാണ് ഞാനീ പറഞ്ഞത്. റമളാൻ മാസത്തിലേക്ക് കൂടുതൽ 12 മാസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബഹുമാനം റമളാൻ മാസത്തിലേക്കാണ്. അപ്പൊ ഷഹ്റു റമളാൻ, പിന്നെ നമ്മുടെ മാസം എന്ന് പറഞ്ഞാൽ അത് കമസലി ഔലാദി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ പോലെയാണ്. മക്കളോടുള്ള തുല്യതയാണ് നമ്മുടെ മാസത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനിക്ക് 12 മക്കളുള്ള കൂട്ടത്തിൽ യാക്കൂബ് നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യൂസുഫിനെയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കേവലം ഒരു യൂസുഫ് അല്ല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്നതുപോലെ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അത് റമളാൻ മാസമാണ്. എന്തുകൊണ്ടാണ് റമളാൻ മാസത്തിലേക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത വരുവാൻ കാരണം? അത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞതാണല്ലോ. ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന ഒരൊറ്റ കാരണത്താൽ തന്നെ റമളാൻ മാസം ബാക്കിയുള്ള 11 മാസത്തേക്കാണ് ഈ ബഹുമാനമുള്ളത്. എന്തുകൊണ്ടെന്നാൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല 1,00,000 മുഅ്ജിസത്തിൽ 10,000 കുറച്ചിട്ട് 90,000 മുഅ്ജിസത്ത് അല്ലാഹു തആല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകി. ഈ 90,000 മുഅ്ജിസത്തിൽ വെച്ച് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്ന ആരംഭ നബിയുടെ സകല ഉമ്മത്തിനും കാണാൻ പറ്റുന്ന ഒരു മുഅ്ജിസത്ത് നമ്മുടെ പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആനാണ് മനുഷ്യത്വം പഠിപ്പിച്ചത്. നമ്മുടെ പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആൻ ഇറക്കപ്പെടുന്നത് നമ്മുടെ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. നമുക്ക് സാധാരണ ഖുർആനെ കുറിച്ച് വിലയും നിലയൊന്നും ഇല്ലെങ്കിൽ പണ്ഡിതന്മാര് ഖുർആനെ സംബന്ധിച്ച് ഖുർആനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ അതിന്റെ ഫളായിലിനെ കുറിച്ചും മനാഖിബിനെ കുറിച്ചും പ്രത്യേകം തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട ഇമാമുൽ അഇമ്മത്തി വൽ ഉമ്മ, ബഹുമാനപ്പെട്ട ഇമാമുൻ ശാഫിഈ തങ്ങൾ, ബഹുമാനപ്പെട്ടവര് മുസ്ഹഫിലുള്ള റൂമിൽ ബഹുമാനപ്പെട്ടവര് ചെരുപ്പിട്ട് കിടന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ആ റൂമിലുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൽ അഇമ്മത്തി വൽ ഉമ്മ, ബഹുമാനപ്പെട്ട ഇമാമുൻ ശാഫിഈ തങ്ങൾ ചെരുപ്പൂരിയിട്ട് മാത്രമേ ആ മുസ്ഹഫുള്ള റൂമിലേക്ക് കടന്നിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ആ നിലക്കുള്ള ബഹുമാനങ്ങളൊക്കെ ഇന്ന് കുറവാണ്. ഇപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് തഅ്ലീം, മറ്റൊന്ന് ശഫഖത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. തഅ്ലീം അവസാന കാലത്ത് ഉയർന്നു പോകും എന്നതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ അസ്റാത്തിൽ ശഫഖത്തും ഉയർന്നു പോകും എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ തഅ്ലീമിനെ സംബന്ധിച്ചിടത്തോളം ഏത് തഅ്ലീമിന്റെ മേഖല എടുത്തു നോക്കിയിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വേണ്ടത്ര ബഹുമാനം ഒരു വസ്തുവിനോടുമില്ല. ഇപ്പൊ നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ മുൻഗാമികളെല്ലാം ഏത് നിരക്കായിരുന്നു ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുമാനിച്ചത്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചു നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഖുർആൻ ഒരു പുരയിലുണ്ടായാൽ ആ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒരു പലകയിൽ ആണി തറപ്പിച്ച് പ്രത്യേകിച്ച് തന്നെ ആ മുസ്ഹഫിനെ വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ഫിഖ്ഹ് മതം. അതാണ് ശരീഅത്തുൽ ഇസ്ലാം. അതിന് പ്രത്യേകം തന്നെ ഒരു സ്ഥാനമാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുമ്പോൾ ചുമരപ്പടിയിട്ടിട്ടിരിക്കുന്ന സ്വഭാവങ്ങൾ അത് ഈ കാലത്ത് തുടങ്ങിയതാണ്. പഴയ കാലത്തൊന്നും അതില്ല. വളരെ അതബോടുകൂടിയും കുരുത്തത്തോടുകൂടി മാത്രമേ ഓതുകയുള്ളൂ. ഇന്നങ്ങനെയല്ല, എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ കഴിയും. പിന്നെ കാത്തു സുഖമില്ലാത്ത ആൾക്ക് സാധാരണ ഇങ്ങനെ ഇരിക്കും എന്നല്ലാതെ ഇപ്പൊ എല്ലാവർക്കും മുസാഹിബ് ഓതുന്നുണ്ടെങ്കിലും ഇനി ബൈളാവി ഓതുന്നുണ്ടെങ്കിലും ഏത് കിതാബ് ഓതുന്നുണ്ടെങ്കിലും ഇബ്നു അദ്റനോട് പോകുന്നുണ്ടെങ്കിലും അവർക്ക് ചുമരപ്പടിയിട്ടിട്ടല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അതാണ് സാധാരണ സ്വഭാവങ്ങൾ. അപ്പൊ മുസാഹിബിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിബിയാനിൽ ബഹുമാനപ്പെട്ട നവവി തങ്ങൾ പറയുന്നു ഒരു മുസാഹിബ് ഓതുമ്പോൾ ആ ഓതുന്ന കാര്യം എങ്ങനെ ഇരിക്കണം, അവന്റെ ഉസ്താദിന്റെ മുമ്പിൽ അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെയാണ്. ഇനി ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പറഞ്ഞിട്ട് പോലെയല്ലേ ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ അങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറ്റിയ. അപ്പൊ ഉസ്താദിന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ എങ്ങനെ ഇരിക്കുന്നു അതേപോലെയാണ് മുസ്ഹഫിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് എന്നതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരെക്കും അതിന്റെ അമാനുഷിക കഴിവ് ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെക്കും തീരൂല. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ എല്ലാ പള്ളികളിലുമുള്ള ഇമാം കൊല്ലത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് സാധാരണയാണ്. ഏത് ഇമാമ് വന്നിരുന്നാലും വദ്ദുഹ ഓതും, അലം നസ്റ ഓതും, ഒത്തീനി ഓതും. എന്നാൽ ആരെങ്കിലും പറയുന്നുണ്ടോ അത് കേട്ടതിന് പിന്നെ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഇമാമ വദ്ദുഹനെ ഓതി നിങ്ങൾ വദ്ദുഹ ഓതണ്ടെന്ന് ആരും പറയില്ലല്ലോ. ആ ഓതിയ വദ്ദുഹ തന്നെ എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് വരുന്നില്ല. ഇത് തന്നെ അതിന്റെ ഒരു പ്രത്യേകം ഒരു മുഅ്ജിസത്താണ്. എത്ര കേട്ടാലും മറ്റ് സാധാരണ നമുക്ക് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഇവിടെ നെയ്ച്ചോറ്, രാവിലെ നെയ്ച്ചോറ്, ഉച്ചക്ക് നെയ്ച്ചോറ്, രാത്രിയാണ് മടുപ്പ് വരും. സ്വാഭാവികമാണ്. ഖുർആൻ എത്ര ഓതുന്നുണ്ട് ഒരു മടുപ്പ് നമുക്ക് ഏതാവൂല വരില്ല. ഈ പരിശുദ്ധമായ ഖുർആന്റെ വേളല്ലപ്പോ ഞാൻ പറയുന്നത്. അപ്പൊ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാൻ മാസത്തിലാണെന്നത് കൊണ്ട് റമളാൻ മാസമാണ് മാസത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഴ.
അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിയും നിർജീവിയുമായ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയിരുന്നാലും തത്തുല്യമായ രൂപത്തിൽ ഒരു വസ്തുവിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ മാസത്തിന്റെ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു നിർജീവമായ വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹദീസിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ആ റുതബു വൽ ഇനബു, മുന്തിരിയും എന്നതുപോലെ തന്നെ ഈത്തപ്പഴവും പഴത്തിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മുൻഗണനയിലാണ്, പഴത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളതാണ്. ഈത്തപ്പഴത്തിന്റെയും അതേ പ്രകാരം തന്നെ മുന്തിരിങ്ങയുടെയും മരം, വൃക്ഷം, അത് മരങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ബഹുമാനമുള്ള മരമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ല നിർജീവമായ ഈത്തപ്പഴം. അതുകൊണ്ട് തന്നെയാണ് ഫുഖഹാ പറഞ്ഞത് നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കലാണ് ഏറ്റവും അഫ്ളല്. ഈത്തപ്പഴം കൊണ്ട് ഏതാക്കാൻ നോമ്പ് മുറിക്കലാണ് ഏറ്റവും അഫ്ളല്. ഈത്തപ്പഴവും അതേ പ്രകാരം മുന്തിരിയും പഴങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളതാണ് എന്നുള്ളത് ബിത്തിഫാഖിൽ ഉലമാ, ഉലമാ മുഴുവനും ബിത്തിഫാഖാണ്. ആർക്കും അതിലേതില്ല ഖിലാഫില്ല. എല്ലാരും പറയുന്നത് ഈത്തപ്പഴവും വേറെ എത്രയോ പഴങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നില്ല. സാധാരണ റമദാൻ മാസത്തിലാണ് ഇങ്ങനെ കൂടുതൽ വരിക. നമ്മൾ അന്നേരമാണല്ലോ കൂടുതൽ തിന്നല്. കാരണം റമദാനിക്ക് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള പിന്നെ റമദാൻ അല്ലാത്ത അവസരത്തിൽ പകലും രാത്രിയും കൂടെ തിന്നുന്നത് രാത്രി തന്നെ തിന്നുന്നുണ്ടല്ല. അതുകൊണ്ട് ഫ്രൂട്ട് കടയിലെല്ലാം ഭയങ്കര തിരക്കാണ്. സത്യത്തിൽ പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കി പാവങ്ങളോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ ഏതാക്കിയത്, നടപ്പാക്കിയത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പം ഈ പഴങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ടും വലിയ ബഹുമാനമുള്ള പഴം ഇത് രണ്ടുമാണെന്നുള്ളതിൽ ഉലമാവ് മുഴുവനും ഇത്തിഫാഖാണ്. അതേ അവസരത്തിൽ ഈത്തപ്പഴവും മുന്തിരിയും എടുത്തു നോക്കിയിരുന്നാൽ ഏതിനേക്കാ കൂടുതൽ ബഹുമാനം അത് ഈത്തപ്പഴത്തിനേക്കാണ്. ഈത്തപ്പഴവും അതേ പ്രകാരം തന്നെ മുന്തിരിയും എടുത്തു നോക്കിയിരുന്നാൽ മുന്തിരിനെ കാണും ഏറ്റവും ബഹുമാനം ഈത്തപ്പഴത്തിനേക്കാണ്. എന്നിട്ട് അതിന്റെ ഉലമാവ് പറയുന്ന കാരണം എന്താണെന്നറിയോ? ഈത്തപ്പഴത്തിനേക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം എന്ന് പറയാൻ കാരണം വലദത്ത് മറിയമു ഈസാ തഹ്ത ഹാദിഹി നഖല, ഈത്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചത്. എന്നതുപോലെ തന്നെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് അല്ലാഹു തആല ഔഷധമായി പ്രസവിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്തതും വഹുസി ഇലൈകി ബിജിദിൻ നഖലത്തി തുസാഖിതു അലൈകി റുതബൻ ജനിയ, ഈത്തപ്പഴമാണ്. നല്ല പഴുപ്പഭാഗമുള്ള ഈത്തപ്പഴം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ സാധാരണ ഈത്തപ്പഴത്തെ അജ്വ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം ഇനമുണ്ട്. അത് രാവിലെ വെറും വയറ്റിൽ 7 കഴിച്ചാൽ അതെല്ലാം ഹദീസിലുള്ളതാണ്. വളരെയധികം പ്രാധാന്യമുണ്ട്. സിഹർ പോലത്തെ ഒക്കെ ബാത്തിലാവും എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഈത്തപ്പഴത്തെ സംബന്ധിച്ചിടത്തോളം അത് മുന്തിരിയെ കാണാൻ ഏറ്റവും ബഹുമാനമുള്ളതാണ് എന്നതിന്റെ ഒരു കാരണം അതാണ് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം, റബീഉ ഇബ്നു ഹുസൈൻ പേരിൽ അങ്ങനെ പല ലബത്തിൽ അങ്ങനെ വലുതും കാണുന്നു. റബീഉ ഇബ്നു ഖൈസം പറയുന്നു, എന്റെ അടുക്കൽ ഒരു പ്രസവിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുക്കൽ ഏറ്റവും നല്ല മരുന്ന് അത് ഈത്തപ്പഴമാണ്. എന്നതുപോലെ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുക്കൽ ഏറ്റവും നല്ല മരുന്ന് അത് തേനാണ്. റബീഉ ഇബ്നു ഖൈസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ലേശം ചരിത്രം ഞാൻ പറയുന്നു. റബീഉ ഇബ്നു ഖൈസം ഇങ്ങനെ പൊട്ടന്മാരിക്കും പോലെ ഇരിക്കുകയാണ്. റളിയല്ലാഹു തആല എത്ര 1000 വട്ടം പറഞ്ഞാലും തീരാത്ത മഹാമനുഷ്യനാണ്. അതിങ്ങനെ ഒരു ജാതി ഉറപ്പുകിയ പോലെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞാലോ ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം എന്ന് പറഞ്ഞാല് മനസ്സിലാക്കണമല്ല. ഇപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് തലീക്കെട്ടും കെട്ടി താടിയും വെച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏറ്റവും നല്ല ആള് ഭൂമിയിൽ നമ്മളെ കാണുമ്പോൾ അറിയില്ല എന്നല്ലല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. റബീഉ ഇബ്നു ഖൈസമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ സാധാരണ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു തല കുത്തോട്ടിട്ടിട്ടാണ് നടക്കുക. സാധാരണ തല കുത്തോട്ടിട്ടിട്ട് നടക്കുന്ന ആളാരാണ് നിങ്ങളുടെ ഭാഷയിൽ? സാധാരണ ഇങ്ങനെ തല കുത്തോട്ടിട്ടിട്ട് നടക്കുന്ന ആളാരാ? കണ്ണു കാണാത്ത ആളാണ്. അതിനറിയില്ല. കണ്ണ് കാണാൻ കുത്തോട്ടോക്കിട്ട് നടക്കുക. അവർക്ക് മുമ്പാവും കുത്തോട്ടിട്ടേ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്റെ ഓർമ്മയിൽ ഒരു കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു. കണ്ണ് കാണാത്ത ആളിലുണ്ട് ബലി പീരന്മാർ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഞാൻ പള്ളംകോട് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ബടുവൻ ചാന്ന് വെച്ചിട്ട് കണ്ണ് കാണാത്ത ആളുണ്ട്. മൂപ്പര് ജുമാക്കല നേരത്തെ വരും. വന്നിട്ടെന്താവുന്നറിയോ? ഈ പായും ഇതെങ്ങനെ മൂപ്പര് കൈ കൊണ്ട് ഇങ്ങനെ തടകിയിട്ട് എന്തെങ്കിലും ഒരു പൊടി കിട്ടിയാൽ വിരി മുക്കിരി എന്നുള്ളൊരു പിടിക്കാം. നീ ഇന്ന് പള്ളി അടിച്ച് അടിച്ചു വരില്ല, കണ്ണ് കാണുകയില്ല. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാട്ടം കിട്ടിയാൽ അപ്പം മുക്കിന്റെ വിളിച്ചിട്ട് മൂപ്പര് പറയും, മുക്കിരി ഇന്ന് പള്ളി അടിച്ചു വരില്ലേ. അപ്പൊ ഈ കണ്ണ് കാണാത്തവരാണ് സാധാരണ കീഴ്പോട്ട് സാധാരണ നടക്കുക, അങ്ങനല്ലേ? അപ്പൊ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അതേപോലെ നടക്കുക.
അപ്പൊ മൂപ്പരെ പരിചയമില്ലാത്തവര് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മനസ്സിലാക്കൽ ബഹുമാനപ്പെട്ടവര് കണ്ണു കാണാത്ത ആളാണ്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നമ്മളെ മൂപ്പര് ഇവിടെ ഒരിക്കൽ ഞാനിവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ആക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ ഈ പള്ളിയിൽ ഞാൻ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഉള്ളതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനെയല്ലായി, അല്ലെങ്കിൽ ഇതെല്ലാം എന്തെല്ലാം തമ്പൂർ കൂടിയാവും. വപ്പട പോലെ പൊടിക്കെട്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഉണ്ടായി എന്നുള്ളതാണ് പൂർണ്ണമായ ഉറപ്പ്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അകാബിറു സഹാബത്തിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ റബീ ഇബ്നു ഖൈസം സാധാരണ മൂപ്പരെ പള്ളിയിലേക്ക് പോകും. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ അടിമ സ്ത്രീ സാധാരണ വാതിലിലേക്ക് ബെല്ലടിച്ചാൽ, അന്ന് ബെല്ലുണ്ടോന്നൊന്നും ചോദിക്കണ്ട, ഇന്നത്തെ ബെല്ലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അന്ന് ബെല്ലുണ്ട, അന്ന് കറണ്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ഉത്തരം പറയാൻ കഴിയല്ലോ. അപ്പൊ വാതിൽ ഇങ്ങനെ മുട്ടും. വാതിൽ മുട്ടുമ്പോൾ ഈ അടിമ വന്നിട്ട് വാതിൽ തുറക്കണമെങ്കിൽ പുരക്കാരന്റെ സമ്മതം വേണം. അപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പോയിട്ട് പറയും, സദീഖുകൽ അഅ്മാ ജാഅ, നിങ്ങളുടെ കണ്ണ് കാണാത്ത സ്നേഹിതൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വാതിൽ തുറന്നു കൊടുത്തോട്ടോ. അപ്പൊ മൂപ്പര് കണ്ണ് കാണാത്ത ആളല്ല. അപ്പൊ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെ കുത്തോട്ട് വന്നിട്ട് മൂപ്പര് ഹറാമൊന്നും നോക്കണ്ട, ഇങ്ങനെ കുത്തോട്ട് തന്നെ നോക്കിയാൽ വലത്തോടും നോക്കണ്ട ഇടത്തോടും നോക്കണ്ട, എന്തെങ്കിലും അനാവശ്യങ്ങളൊക്കെ കണ്ടിരുന്ന കണ്ണിന്റെ കുറ്റായി പോവുമല്ലോ. അതിന്റെ പേരിലാണ് മൂപ്പര് നോക്കാത്തത്. അപ്പം ഈ അടിമസ്ത്രീ മനസ്സിലാക്കിയത് എന്താ, കണ്ണ് കാണാത്ത ആളാണ്. എന്നിട്ട് മൂപ്പരോട് പറയും, സദീഖുകൽ അഅ്മാ ഖദ് ജാഅ, നിങ്ങളുടെ കണ്ണ് കാണാത്ത സ്നേഹിതൻ വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ തീർന്നില്ല. ഇബ്നു ഖൈസം ഇങ്ങനെയുള്ള മനുഷ്യൻ ഒരു പ്രാവശ്യം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനും റബീ ഇബ്നു ഖൈസും കൂടി ഒന്നിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൊല്ലനുണ്ടല്ലോ, കൊല്ലന്മാർ ഈ ഇരുമ്പിന്റെ പണിയെടുക്കുന്നത് നമ്മളുടെ കൊല്ലം തന്നെ, കൊല്ലനും ആശാരി തന്നെ, നമ്മുടെ തറവാടൻ ആശാരി വളപ്പില്ലല്ലേ, അപ്പൊ നമ്മളുടെ കൊല്ലനും ആശാരി തന്നെയല്ലേ. അപ്പൊ നമ്മുടെ ഈ കൊല്ലന്റെ ഈ ആ ചാപ്പയിലേക്ക് കൂടി പന്തലിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ സാധാരണ കൊല്ലന്റെ അവിടെ ഈ അടുപ്പുണ്ടാവുമല്ലോ, ഇരുമ്പ് ഇതാക്കാൻ വേണ്ടി. ഈ അടുപ്പിലുള്ള തീ കണ്ടപ്പോൾ റബീ ഇബ്നു ഖൈസം ബോധം കിട്ടു വീണു. പിന്നെ ആയിരിക്കാതെ ഞാൻ റളിയല്ലാഹു അൻഹു ഇല്ല, നരകം ഓർമ്മിച്ചു. എന്നിട്ട് ബോധം കെട്ട് വീണിട്ട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് റബീ ഇബ്നു ഖൈസിന് ബോധം വീട്ടിലെത്തിയത്. ഇങ്ങനത്തെ ചരിത്രത്തിൽ നമ്മൾ പത്രത്തിൽ പലതും വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ വല്ലതും കണ്ടേ, തീ കണ്ടിട്ട് ഒരാൾ ബോധം കിട്ടുകൊണ്ടുപോലും നരകം വിചാരിച്ചിട്ട് ഏതെങ്കിലും പത്രത്തിൽ കണ്ടില്ല. പ്രസംഗവും മറ്റെല്ലാം ഉഷാറായിട്ടുണ്ടാവും, പത്രത്തിലുണ്ടാവും, ഫോണിലുണ്ടാവും. ഇങ്ങനത്തെ വല്ലതും നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിനോ? ഇപ്പൊ ലോകത്തിന്റെ പല പത്രവും ഇപ്പൊ ഒരു പത്രം ഇറങ്ങുന്നുണ്ട്, പുതിയ പത്രം. അപ്പൊ സകല പത്രത്തിൽ എന്തെല്ലോ വിവരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇങ്ങനത്തെ വല്ല വിവരവും നിങ്ങളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഇതാണ് റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ബഹുമാനപ്പെട്ട റബീ ഇബ്നു ഖൈസമാണ് ഈ പറഞ്ഞത്, എന്റെ അടുക്കൽ ഒരു പ്രസവിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മരുന്ന് ഈത്തപ്പഴമാണ്. എന്നതുപോലെ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുക്കൽ ഏറ്റവും നല്ല മരുന്ന് അത് തേനാണ്. അപ്പൊ ചുരുക്കത്തിൽ റമളാൻ മാസത്തിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാസമാണ്. അപ്പൊ അങ്ങനെ ഹദീസിൽ തന്നെ പറയുന്നു, റമളാനു ഖൽബുസ്സന ഫൈദാ സരിബത്തി സനതു കുല്ലുഹാ. റമളാൻ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ കൽബാണ്. ഇപ്പൊ നമ്മുടെ ആകെ ഉള്ളത് നമ്മുടെ കൽബിൽ ആകെ ഉള്ളത്. കൽബ് നന്നായാൽ എല്ലാം നന്നായി, കൽബ് പടക്കായാൽ എല്ലാം പോയി എന്നതുപോലെ റമളാനു ഖൽബുസ്സന, ഒരു കൊല്ലത്തെ 12 മാസം. ആ 12 മാസത്തിന്റെ കൽബ് റമളാനാണ്. ഫൈദാ സലിമ, ആ റമളാൻ തനതായ രൂപത്തിൽ രക്ഷപ്പെട്ടു കിട്ടിയാൽ സലിമത്തി സനതു കുല്ലുഹാ, അവന്റെ 11 മാസവും ഏതായി അവനിക്ക് രക്ഷപ്പെട്ടു കിട്ടി. ഹദീസ് ശരീഫ്. അപ്പൊ നമ്മ ഈ മാസത്തിൽ നന്നായി ഏതാക്കണം, പാഴാക്കണ്ട. അടുത്ത കൊല്ലത്തെ കാരലൊന്നും കണക്കാക്കാൻ കഴിയില്ല. കളയണ്ട 10 ആകുന്നത്ര ഇന്ന് ഒരു 10 തീർന്നത്ര, ഇനി 20 10. ഇനി ഓരോരോ ദിവസം ഇതിന് ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ. കുറക്കണ്ട. ഞമ്മ ബാധ പറയാനും പ്രസംഗിക്കാനും മാത്രം നിൽക്കരുത്. ഓരോരുത്തരും സ്വന്തമായി തന്നെ. ഇപ്പൊ എല്ലാവർക്കും ക്ലാസ് ആയിരിക്കും, രാവിലെയും ക്ലാസ്സും ഉച്ചക്കും ക്ലാസ്സും എല്ലാം ക്ലാസ്, പിന്നെ നേരം കിട്ടുന്ന സമയത്ത് ഉറങ്ങലും അല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഉണ്ടല്ലോ, സ്വന്തം നെഫ്സ്. അതാണല്ലോ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു
വല്ല വാഴവും പറഞ്ഞാൽ ജനങ്ങൾക്ക് അപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ബോധമുണ്ടാവും, എല്ലാവരും ബോധവാന്മാരാവും. അപ്പൊ അതേ അവസരത്തിൽ നമ്മളൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ വല്ലതും ആകുന്നുണ്ടോ? ആകുന്നില്ല. അന്ന് ഈ ഹസൻ ബസ്രി പറഞ്ഞാൽ എന്താ? അതിന് ഉലമാവ് പറയുന്ന കാരണം എന്താണെന്നറിയോ? ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അക്ഷാർത്ഥത്തിൽ മൂപ്പര് പറയുന്നത് മുഴുവനും മൂപ്പരുടെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് മാത്രമേ മൂപ്പര് പറയുകയുള്ളൂ. ഹസൻ ബസ്രിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലൊക്കെ പറയുന്നത് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നോക്കിയിരുന്നാലും മൂപ്പരുടെ മുഖത്തിന് സാധാരണ ഉമ്മ മരിച്ചിട്ട്, ഉപ്പയേക്കാണ് നമുക്ക് കടപ്പാട് ഉമ്മയോടാണ്, അതുകൊണ്ടാണ് ഉമ്മാനെ പറയുന്നത്. ഉപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് ഉമ്മാനെ മാത്രം പറയുന്നതല്ല. അപ്പൊ നമുക്ക് കൂടുതൽ കടപ്പാടുള്ളത് ഉമ്മയോടാണ്. എന്നാലും ഒരു ഉമ്മനെ ആ ഖബറിൽ കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോൾ ഒരു മകന്റെ മുഖം എങ്ങനെയാണോ അതേപോലെയാണ് ഹസൻ ബസ്രിന്റെ മുഖം എപ്പോഴും ആഖിറത്തിനെ പഠിച്ചിട്ട് ഏത് സമയത്ത് നോക്കിയിരുന്നാൽ മൂപ്പരുടെ മുഖം ആ രൂപത്തിലാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നമുക്ക് കാണുമോ? ഉപ്പ മരിച്ചാൽ തന്നെ സന്തോഷം ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയൊന്നും കിട്ടാലെന്നുള്ള ചിന്തയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ മാസം പൂർണ്ണമായും നമ്മൾക്ക് രക്ഷപ്പെട്ട് കിട്ടണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മാസം തന്നെ നമ്മുടെ അവസാനത്തെ മാസമാക്കാതെ ഈ റമളാനുൽ ശരീഫ് ഇനിയും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ രണ്ടാമത്തെ ബഹുമാനം ഏതിനിക്കാ? റബീഉൽ അവ്വലിക്കാണ്. എന്താ റബീഉൽ അവ്വലിക്ക് ബഹുമാനം? ലിഅന്നഹു ഉലിദ ഫീഹി ഹബീബുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ പ്രസവിക്കപ്പെട്ടത് ആ മാസത്തിലാണ്. ഇതാണ് ഭൂരിപക്ഷം ഉലമാഇന്റെ അഭിപ്രായം. അതേ അവസരം റബീഉൽ അവ്വൽ അല്ല, റബീഉൽ ആഖിറാണ് എന്നതുപോലെ തന്നെ റജബിലാണെന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും അഭിപ്രായത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വലാണ്. അപ്പൊ റബീഉൽ അവ്വലാണ് നബിതങ്ങളെ പ്രസവിക്കപ്പെട്ടതു എന്നതുകൊണ്ടാണ് രണ്ടാം സ്ഥാനം റബീഉൽ അവ്വലിക്ക്. പിന്നെ മൂന്നാമത്തെ സ്ഥാനം റജബിനിക്ക് കിട്ടാൻ കാരണം അത് ഹറാമാക്കപ്പെട്ട 4 മാസം ഉണ്ടല്ലോ. അതിലെ ഖുർആനിൽ തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്നൊക്കെ പറഞ്ഞില്ല ഖുർആനിൽ തന്നെ. അപ്പൊ ഈ 4 മാസത്തിൽ വെച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് റജബ് മാസം. ബാക്കിയുള്ളത് അതല്ലല്ലോ. ബാക്കിയുള്ള ഏതെല്ലാം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് നേരെ ബൈക്കുമ്പയാണ്. റജബ് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് റജബിനിക്ക് ഏതാക്കിയത് ബഹുമാനം കിട്ടിയത് എന്ന് മാത്രവുമല്ല, റജബ് മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ്. അതായത് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസമാണ്. അപ്പൊ എത്ര ഇസ്തിഗ്ഫാർ ചെയ്തു ഇപ്പൊ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറിയില്ലായിരിക്കും അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, അറിയില്ല. അപ്പൊ റമളാനു പിന്നെ റജബു ഷഹരി എന്റെ മാസമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്തിഗ്ഫാറിന്റെ മാസം. മറ്റേത് ശഅബാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റു സലാത്ത്, ആരംഭ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ മാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നല്ലാഹ വ മലായികത്തുഹു എന്ന സൂറത്തുൽ അഹ്സാബിലുള്ള 56-ാമത്തെ ആയത്ത് ഈ മാസത്തിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് സലാത്തിന്റെ മാസം. ഇത് ഖുർആന്റെ മാസം. റമളാൻ മാസം എന്നുള്ളത് ഖുർആന്റെ മാസം. അപ്പൊ നമ്മുടെ ഈ റജബിനിക്ക് ബഹുമാനം കിട്ടാനുണ്ടായ കാരണം അതാണ്. പിന്നെ അത് കഴിച്ചാൽ പിന്നെ ഏറ്റവും ബഹുമാനമുള്ള മാസം ഏതാണ്? റജബ് കഴിച്ചാൽ ഏറ്റവും ബഹുമാനമുള്ള മാസം ശഅബാൻ മാസമാണ്. ശഅബാൻ മാസമാണ് ഏറ്റവും ബഹുമാനമുള്ള മാസം. എന്തുകൊണ്ടെന്നാൽ റജബ് എന്നുള്ള ബഹുമാനമുള്ള മാസത്തിന്റെയും എന്നതുപോലെ തന്നെ റമളാൻ എന്നുള്ള ബഹുമാനത്തിന്റെ മാസത്തിന്റെയും നടുവിലാണ് ശഅബാൻ മാസം ഏതാകുന്നത് വരുന്നത് എന്നതുകൊണ്ടും ആരംഭ റസൂലിന്റെ മാസമാണ് എന്നതുകൊണ്ടും ശഅബാനിക്കാണ് 4-ാം കട. ശഅബാൻ കഴിച്ചിരുന്നാൽ ദുൽഹിജ്ജ, ഹജ്ജിന്റെ ആരാധനകളെല്ലാം ഉള്ളതുകൊണ്ട് 4-ാം കട, 5-ാം കട ദുൽഹിജ്ജ. അത് കഴിച്ചിരുന്നാൽ മുഹറം, ഷഹ്റുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ മാസം എന്ന് വിശേഷിപ്പിക്കുന്ന മുഹറം മാസത്തിനിക്കാണ് 6-ാം സ്ഥാനം. പിന്നെ സഫറിനിക്കും ഉണ്ട്. സഫറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരു തത്തയ്യൂറും തഷാവുമായി കണക്കാക്കുന്നതാണ്. അത് കിതാബിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപലക്ഷണത്തിന്റെ മാസമായി കണക്കാക്കരുത്. ഇപ്പൊ ഞാനൊക്കെ വള്ളംകൂടൊക്കെ താമസിക്കുമ്പോൾ വള്ളംകൂടൊക്കെ കുറെ പഴയ വയസ്സന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് എല്ലാ ഏടുകളും ഏതെല്ലാം തർജുമയുണ്ടോ അതെല്ലാം വായിച്ച് പഠിച്ചാളാണ്. എന്നതുപോലെ തന്നെ ഖുതുബയെല്ലാം കംപ്ലീറ്റ് കാണാപ്പാടാണ്. ഏതെങ്കിലും ഒരു പുതിയ ഖത്തീബ് മെമ്പറിനൊക്കെ പൂരം നോക്കുമ്പോഴോ എന്നിട്ട് അവര് ഈ കിതാബിലുള്ളതല്ലേ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ പാട് അല്ല, അങ്ങനെയല്ല, എല്ലാം പാടുള്ളവരാണ് അവര്. എന്നിട്ട് അവരുടെ ദൃഷ്ടിയിലും ഈ പിന്നെ ഈ സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം അവലക്ഷണത്തിന്റെ മാസമാണ്. അതുകൊണ്ട് അവർ നോക്കുന്നത് തന്നെ തുണി നിലാവ് നോക്കണമല്ലോ. തുണി തലക്കിട്ടിട്ടാണ് കണ്ണിനിട്ടിട്ടാണ് നോക്കുക. നേരെ കണ്ണോട് നോക്കി നല്ല അപലക്ഷണമാണ്. എന്നിട്ട് ഇതുകൊണ്ടാണ് അവർ സാധാരണ നോക്കുക. സഫർ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനങ്ങളുണ്ട്. പിന്നെ സഫറിനെ സംബന്ധിച്ചിടത്തോളം സഫറിന്റെ
അവസാനത്തെ ബുധനുണ്ടല്ല, ഈ ഒടുവിലത്തെ ബുധൻ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാര് പറഞ്ഞതാണ് കേട്ടാ. ഖുർആനിലുണ്ടോ രീതിയിലുണ്ടോ അതൊന്നല്ല, നമുക്ക് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ മതി. അപ്പം പിന്നെ ഈ പണ്ഡിതന്മാര് പറഞ്ഞതാണ് അവസാനത്തെ ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ മുസീബത്തുകളും ബലാഹുകളും ഈ ദിവസത്തിൽ ഇറങ്ങും, എന്നിട്ട് അതിനെ എല്ലാ മാസങ്ങളിലേക്കും ഇങ്ങനെ വീതിക്കലാണ്. അപ്പൊ സഫറിന്റെ ഒടുവിലത്തെ ബുധന് അത് ഒരു കൊല്ലത്തെ ബലാഹു മുഴുവനും ഇറങ്ങും. എന്നിട്ട് പണ്ഡിതന്മാര് പറയുന്നു വന്ന് യാസീൻ ഓതണം, എന്നിട്ട് അത് ചെയ്യും 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് അടുക്കട്ടെ. അപ്പൊ യാസീൻ ഓതണം. യാസീൻ ഓതിട്ട് സലാം കോലും റബ്ബിനെടുത്ത് 313 വട്ടം അത് ഇങ്ങനെ മടക്കണം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സലാത്തുൽ മുൻജിയ ഓതണം. ഇതൊക്കെ പണ്ഡിതന്മാരേതാക്കിയതാണ് പറഞ്ഞതാണ്. അപ്പൊ സഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമായ മാസമാണ്. ഇപ്പൊ നമുക്ക് നിക്കാഹ് കഴിക്കൽ സുന്നത്തായ മാസം അത് ശവ്വാലാണ്. ശവ്വാല് കഴിച്ചിരുന്നാൽ പിന്നെ സുന്നത്ത് സഫറിലാണ്. ഞാൻ അവലക്ഷണം പറയുന്ന മാസം ഉണ്ടല്ല, ഈ സഫറിലാണ് നിക്കാഹ് കഴിക്കൽ സുന്നത്ത്. ശവ്വാല് കഴിച്ചാൽ സഫർ മാസത്തിലാണ്. ബാക്കിയുള്ള മാസമെല്ലാം ഒരേപോലെ ഒന്നും പിന്നെ സഭ എല്ലാ സംബന്ധം. സുന്നത്ത് ശവ്വാൽ, അത് കഴിച്ചാൽ സഫർ. സഫർ മാസം 9 കൂടി ആയിരുന്ന വളരെ വിശേഷമാണ്. 9 ഒരു പ്രാധാന്യമുണ്ട്, അതെടുക്കട്ടെ. അപ്പൊ എല്ലാം കൂടി നമ്മളിപ്പോ പറഞ്ഞത് മൊത്തത്തിൽ തിരിഞ്ഞില്ലേ. അപ്പൊ റമളാൻ ഏറ്റവും ബഹുമാനമുള്ളത് റബീഉൽ അവ്വൽ, റജബ്, ശഅബാൻ, ദുൽഹിജ്ജ, മുഹറം. അപ്പൊ ഓരോന്നിനും പ്രത്യേകം ബഹുമാനം. റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് വസ്തു എടുത്തു നോക്കിയിരുന്നാലും അതിനേക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓരോ ബഹുമാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരു വസ്തുവിനെയും അല്ലാഹു തആല തത്തുല്യമായ തോതിൽ ഒരു വസ്തുവിനെയും അല്ലാഹു തആല പഠിച്ചിട്ടില്ല. ഇപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നോക്കിയാൽ തന്നെ അമ്പിയാക്കന്മാര് അതെല്ലാം ഖുർആനിൽ തന്നെ ഉള്ളല്ലേ. അപ്പം വേറെ അമ്പിയാക്കന്മാർ ഏറ്റവും വലിയ മർത്തബ അത് കഴിച്ചിരുന്നാല് സിദ്ദീഖീങ്ങൾ, അത് കഴിച്ചിരുന്ന ശുഹദാക്കൾ, അത് കഴിച്ചിരുന്ന സ്വാലിഹീങ്ങൾ, എല്ലാവരും അങ്ങനെയാണ്. ദുനിയാവിലുള്ള വസ്തുക്കൾ നോക്കിയിരുന്നാൽ അങ്ങനെയല്ലേ. എല്ലാ വസ്തുക്കളും ഒരേപോലെ അല്ലല്ലോ. ഇപ്പൊ പള്ളി എന്ന് പറഞ്ഞിരുന്നാല് പള്ളിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള പള്ളി കഅബമാകുന്ന പള്ളി, സകല പള്ളിന്റെയും കേന്ദ്ര ബിന്ദു കഅബമാകുന്ന പള്ളി. ആ പള്ളി കഴിച്ചിരുന്നാല് നമ്മുടെ നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമും എന്നതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമും ഉണ്ടാക്കിയ നമ്മുടെ ബൈത്തുൽ മഖ്ദസിലുള്ള മസ്ജിദുൽ അഖ്സ, അത് കഴിച്ചിരുന്നാൽ നബിത്തങ്ങൾ ഉണ്ടാക്കിയ മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പറയണമല്ല. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കാന്ന് പറയുന്നുണ്ടല്ല, അല്ല പറയുമ്പോ പറയുന്നതാണ്. പള്ളി പൊളിക്കാന്ന് പറഞ്ഞാല് മസ്ജിദുൽ ഖുബാന്റെ എതിരിൽ ഒരു പള്ളി കെട്ടിയിരുന്നു. അത് ബറാത്ത് സൂറത്തിൽ അല്ലാഹു തആല ദിറാർ എന്ന ആ പള്ളിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് പൊളിക്കണം, ശരിയാണ്. ഇന്നിപ്പോ പള്ളി ഏടെങ്കിലും കെട്ടിയ പള്ളി പൊളിക്ക എന്ന് പറഞ്ഞിരുന്നാല് ഒരു മുസ്ലിമിനിക്ക് യോജിക്കാത്തതാണ്. പിന്നെ പള്ളിക്ക് സ്ഥലം പോരെങ്കിൽ സ്ഥലം കൂട്ടുക, കിബില തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരെയാക്കാന്നല്ലാതെ പൊളിക്കാന്നുള്ളത് എങ്ങനെയല്ല, അത് ശരിയേ അല്ല. BJP-ക്കാർക്കായിരുന്നാലും അത് കുറച്ചല്ല എന്നാണ്, നന്ന കടുപ്പായിരുന്നാലേ അത് അവര് ചെയ്യുള്ളൂ. അപ്പൊ ഈ പള്ളി കെട്ടുക എന്ന് പറഞ്ഞിരുന്നാല് അത് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ്. അമ്പിയാക്ക് തൊട്ട് ആദ്യം മുതൽ പരിശോധിച്ചു നോക്കിയിരുന്നാൽ അമ്പിയാക്കന്മാരുടെ കരം കൊണ്ടാണ് എല്ലാ പള്ളികളും ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ മസ്ജിദുൽ ഖുബാ മാത്രം നിങ്ങൾ നോക്കൂ. മസ്ജിദുൽ ഖുബാ എന്ന് പറഞ്ഞിരുന്നാല് മദീനത്തെ പള്ളി കഴിച്ചിരുന്നാലും ശ്രേഷ്ഠത ഖുബാ പള്ളിക്കാണ്. ഖുബാ പള്ളി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയി മദീനത്തേക്ക് വന്നു. ഏതാനും ദിവസം ഖുബാ നിവാസികളോടുകൂടെ തങ്ങൾ താമസിച്ചപ്പോൾ അവിടെ ഒരു പള്ളി വേണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖിബിലന്റെ ഭാഗത്ത് ഒരു കല്ല് വെച്ചുകൊണ്ട് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആരംഭം. എന്നിട്ട് അതിന്റെ വലഭാഗത്ത്, അതിന്റെ തൊട്ട് ഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ ഒരു കല്ല് വെച്ചു, തൊട്ട് ഭാഗത്ത് ഉമർ തങ്ങൾ വെച്ചു. അങ്ങനെയാണ് മസ്ജിദുൽ ഖുബാ ഏതാകുന്ന പൂർത്തിയാകുന്നത്. പകൽ പുരുഷന്മാരും രാത്രി പെണ്ണുങ്ങളും ഇറങ്ങിയിട്ടായിരുന്നു ആ പള്ളി പൂർത്തിയാക്കിയത്. അപ്പൊ പള്ളിന്റെ വിഷയത്തിൽ പെണ്ണുങ്ങൾക്കും ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായല്ല. അപ്പൊ രാത്രി പെണ്ണുങ്ങളും പകല് പുരുഷന്മാരും, അങ്ങനെയാണ് മസ്ജിദുൽ ഖുബാ പൂർത്തിയാക്കിയത്. അപ്പൊ ലോകത്തിലുള്ള പള്ളികളിൽ വെച്ചിട്ട് ഈ 4 പള്ളി. പിന്നെ അത് കഴിച്ചിരുന്നാല് പള്ളിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ആസം അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ, നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട ഇമാമുൽ ആസം അബൂ ഹനീഫത്തുൽ കുഫി പറയുന്നു, പിന്നെ ബഹുമാനമുള്ള പള്ളി പഴയ പള്ളി,
നമ്മുടെ ഷാഫി മദ്ഹബിൽ അതില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പറയുന്നു പഴയ പള്ളിക്ക് ബഹുമാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വത്ത് വളരെയധികം ക്ലിയർ ഉള്ളതായി, പുതിയ പള്ളി പോലെയല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാല്ല. കാരണം നമ്മുടെ തിരുവട്ടൂർ പള്ളിയിൽ ഒന്നിനൊന്നും അറിയില്ല. തിരുവട്ടൂരിന്റെ അടുത്തിട്ട് തന്നെയാണ്. അവിടെ ഇപ്പൊ നമ്മളെ താമസമുണ്ട്. അവിടെ നമ്മൾ പുറത്താക്കി അടുക്കട്ടെ. അപ്പൊ തിരുവട്ടൂര പള്ളികളിൽ കയറിയിട്ട് ആ മണ്ഡപത്തൊന്നും പുറത്തുനിന്നൊക്കെ ഒന്ന് സുജൂദ് ചെയ്താൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. ഒരു പുതിയ പള്ളിയിൽ സുജൂദ് ചെയ്ത പോലെയല്ല. നമ്മൾ ഇവിടുത്തെ പള്ളിയില്ല, ആജിക്കാൻ്റെ കബറുള്ള പള്ളി, നമ്മളുടെ എന്താ ഇപ്പം പറയല് അടിപ്പാൽ, പണ്ട് അടി കൂടിയോണ്ടാണ് അടിപ്പാൽ വന്നത്, വേറെ എന്തെങ്കിലും പേരിടാനും ഇല്ല. അപ്പൊ അടിപ്പാലത്ത് ആ പള്ളി കയറി നമുക്ക് തോന്നില്ലേ ഒരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഇമാമുൽ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പറയുന്നു പഴയ പള്ളിക്ക് ബഹുമാനമുണ്ട്. അപ്പൊ പള്ളികളുടെ കാര്യം നോക്കിയിരുന്നാൽ അങ്ങനെ തന്നെ. അപ്പൊ എല്ലാം ഏറ്റവ്യത്യാസം, ബഹുമാനത്തിൽ ഏറ്റവ്യത്യാസമില്ലാത്ത ഒരു വസ്തുവും റബ്ബ് സുബ്ഹാനഹു വ തആല ഉലകത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. എന്നതുപോലെ തന്നെ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനം പറയുന്നത് ആടിനാണ്. ആട് ഇപ്പൊ എനക്കുണ്ട് 8-9 ആട്. നമുക്ക് മുത്താലിമീങ്ങളെല്ലാം കുറഞ്ഞ കാലത്ത് ആടിനെ പോറ്റ മുത്താലിമീങ്ങളുടെ ഇപ്പം കളു പറഞ്ഞൂടെ. മുത്താലിമീങ്ങളുണ്ട്, ആടുണ്ട്, കുറെ ആടുണ്ട്, താറാവുണ്ട്, എല്ലാത്തിനും പോറ്റിട്ടുണ്ട് പറ്റി. അപ്പൊ ആടിനിക്ക് ഏറ്റവും ബഹുമാനമുണ്ട്. എന്നാ അതിൻ്റെ ഇടക്ക് പഴയ കാലത്തല്ല എൻ്റെ ചെറുപ്പത്തില് പള്ളിയിൽ നമ്മളെ താലപ്പള്ളിയിൽ ആ മണ്ടകത്ത് ഇരുന്നിട്ട് നമ്മളെ പഴയ ഖതീബ് അദ്നൗലർക്ക നമ്മളെ മറ്റേ പി അദ്നൗലർക്ക ആരെങ്കിലും അസനാജിക്കെല്ലാം പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കിതാബെല്ലാം വായിച്ചു കൊടുക്കുന്ന കേൾക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായി. എന്നതുപോലെ തന്നെ മറ്റു ചില നാടുകളിൽ നമ്മുടെ പുതിയങ്ങാടി, എന്നതുപോലെ തന്നെ ചെറുവത്തൂർ, തുരുത്തി, ഇവിടെയൊക്കെ സാധാരണ പണിക്കാരെല്ലാം ഉച്ചവരെ പണിയെടുത്ത് ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ വന്നിട്ട് ദർസിലിരുന്നിട്ട് ഉസ്താദന്മാരെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും. ഇന്നും അവരെ പോലത്തെ ഒരു ഹയാത്തിലുണ്ട്. ഇന്നത്തെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം കഴിച്ചവരെ കാണുകയും ഏറ്റവും വലിയ വിവരമാണ് അവർ. അങ്ങനെ ഒരു കീഴ്വഴക്കം അതെല്ലാം പോയി, ആ കീഴ്വഴക്കമെല്ലാം പോയി, അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ പഴയ കാലത്ത് ഒരു ഉസ്താദ് ഇങ്ങനെ കുറെ ആൾക്കാർ പട്ടത്തിലിരുന്നപ്പോ ആട്ടിന്റെ മസാലങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ആട്ടിന്റെ ബഹുമാനം കുറെ പറയാൻ തുടങ്ങി. അപ്പൊ ആട്ടിന്റെ ബഹുമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് യശവാങ്ങ് കൊടുക്കാനായി. അപ്പൊ ഒരാൾ ആ കൂട്ടത്തിൽ ഒരാള് ഒരു രസികന്മാരെല്ലാ സ്ഥലത്തുണ്ട്. പള്ളംകോട് ഒരു രസികനുണ്ടായി. ഷഹബാമാസം വരുമ്പോഴാണ് എനിക്ക് ഓർമ്മയാവും. പള്ളിയിൽ ഇരുന്നിട്ട് ഒന്നിച്ച് ബറാത്തിന്റെ രാത്രിയിൽ ദ്വാരപ്പം പോകും. ഇയാൾ വെച്ചു, ഇയാൾ കാര്യത്തിലാ ദ്വാരക്കുന്നത്. അപ്പോ അയാൾ ദ്വാരക്കുന്നത് കഴിഞ്ഞ കൊല്ലം വിധിച്ച പോലെയാണെങ്കിൽ ഇക്കൊല്ലം നീ വിധിക്കേ വേണ്ട. അപ്പൊ അവർക്ക് കഴിഞ്ഞ കൊല്ലം കുറെ കഷ്ടപ്പാടായിരുന്നു. അപ്പൊ അവരുടെ ദ്വാരയാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം നീ വിധിച്ചതുപോലെയാണെങ്കിൽ ഇക്കൊല്ലം നീ വിധിക്കേ വേണം. അപ്പൊ അങ്ങനത്തെ ഓരോ രസികന്മാരും ഓരോ സ്ഥലത്തും ഉണ്ടായാലുണ്ട്. അപ്പൊ ഈ ആട്ടിന്റെ മസലെല്ലാം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചാൽ അല്ല ഉസ്താദെ ആട്ടിന്റെ അന്ന് ഉസ്താദല്ല മുലർക്ക ആട്ടിനെല്ലാം തീർന്ന ബഹുമാനം ബഹുമാനെല്ലാം തീർന്ന് എന്നാ എന്റെ മകൻ ഇതൊന്നും കൂടെ കൂട്ടാനില്ല. മെച്ച ഉപ്പാനും ഉമ്മാനും പറയിപ്പിക്കും എന്നും കൂടി അതിന്റെ ഒപ്പം കൂട്ടണോ? ആട്ടിന്റെ ബഹുമാനത്തിൽ മെച്ച ഉപ്പാനും ഉമ്മാനും പറയിക്കും, അതും കൂടെ ഒന്ന് കൂട്ടണോ? അപ്പൊ ആട്ടിനിക്കാണ് ഏറ്റവും ബഹുമാനം. എന്നതുപോലെ കല്ലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള കല്ലേതാ? ഹജറുൽ അസ്വദാകുന്ന കല്ലാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നിട്ടും വരുമ്പോ പലതും പറക്കിക്കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ ഹജറുൽ അസ്വദാകുന്ന കല്ല്. ഈ കല്ല് നമ്മുടെ ഇന്ത്യയിൽ കുറെ കൊല്ലമുണ്ടായി. എന്നിട്ട് ഈ കഅബത്തിന്റെ പണി തുടങ്ങിയപ്പോൾ അതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ആ ഹജറുൽ അസ്വദ് വെക്കാൻ വേണ്ടി ഇവിടുന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ മുഖേന അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അപ്പൊ കല്ലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള കല്ല് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കർത്തകല്ലെന്നും പറയാം. എന്നതുപോലെ തന്നെ മഹാന്മാരൊക്കെ പറയുന്നത് നേതാവായ കല്ല്. അസ്വദ് എന്ന് പറഞ്ഞാൽ സിയാദത്ത് എന്ന മാധയിൽ നിന്നിട്ട് പോയതാണ്. അപ്പം ബഹുമാനമുള്ള കല്ല് കർത്തകല്ല്. ജനങ്ങൾ ഇങ്ങനെ സവ്വദത്തുഹു ഖതായ ബനിയ. അദ്ദേഹത്തിന് മഹാന്മാരായ ആരിഫ്യങ്ങൾ പറയുന്നത് കല്ലിന്റെ കൂട്ടത്തിലുള്ള നേതാവ്. അപ്പൊ സിയാദത്ത് എന്നുള്ള മാധയിൽ നിന്നിട്ട് പിടിക്കപ്പെട്ടതാണ് അസ്വദ്. അപ്പൊ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാല് നേതാവായ കല്ല്. അങ്ങനെ ഓരോരോ വസ്തു എടുത്ത് നോക്കിയിരുന്നാലും എല്ലാത്തിനും ഏതിന്റെ ഒരു ബഹുമാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ തൽക്കാലം
എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ല എനിക്ക് പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അല്ലാഹു തആല ഒരു സാലിഹായ അമലാക്കി തരട്ടെ. എന്നതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹല്ലത്തിനെ ഉയർച്ചയെന്നിട്ടും ഉയർച്ചയിലേക്ക് അല്ലാഹു തആല എത്തിക്കട്ടെ. ഈ മഹല്ലിൽ വന്ന് നിക്കിരിക്കുന്ന, നമ്മുടെ ഈ പള്ളിയിൽ വന്ന് നിക്കിരിക്കുന്ന, പള്ളിയുമായി അഭേദ്യ ബന്ധമുള്ള ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സും ക്ഷേമവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും കുറെ എന്തെല്ലോ പുരോഗമിക്കാനുണ്ട്, പലതുമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ജുമാന്റെ കാര്യം അഭ്യന്തരമാണ്, ഇപ്പൊ തുടങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ട്, അതൊന്നും ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്കും പോണ്ട, ജുമായുടെ ഭാഗത്തൊന്നും ഇപ്പം പോണ്ട. ഇപ്പം മറ്റും പലതും നമുക്ക് പുരോഗമിക്കാനുണ്ട്. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ വല്ല വന്നു കഴിഞ്ഞാൽ നല്ല റാഹത്താണ്, പക്ഷെ നല്ല ആളെ കിട്ടണം. നന്നായിട്ട് അങ്ങ് ഭാഗം പറയും, ഒരു വലിയ വായന. ഇപ്പം തന്നെ പല ഭാഗത്തും പറഞ്ഞതിന്റെ പേരിൽ ഷാഹിർ ഷരീഫിനെ കുറിച്ച് ഒരു ഭീഷണി ഉണ്ടാവും. എന്തപ്പോ നമ്മൾ ചെയ്യേണ്ടത്? ഷാഹിർ ഷരീഫിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതൊരു പാർട്ടിയെ കൂടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇപ്പം ഭീഷണിയാണ്. അതിൽ കൂടി പറഞ്ഞു, ഇതിൽ കൂടി പറഞ്ഞു, അത് തിരുത്തണം, മാറ്റണം, ഒരു സദസ് വെച്ചിട്ട് അത് മാറ്റിപ്പറയണമെന്നൊക്കെ. ഫോണ് വന്നോണ്ട് ഫോണെ നമുക്ക് ഓഫാക്കി എന്നാൽ ആവശ്യമുള്ള ഫോണും പോയി പോയില്ലേ? അപ്പൊ ഓഫാക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും ഞാൻ നിർത്തുന്ന ആമീൻ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി വഅലൈനാ വഅലാ അഹ്ലിൽ ഖൈരി അജ്മഈൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.